ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. വി ഡി സതീശൻ പറഞ്ഞ വിസ്മയങ്ങളിലൊന്ന് ഒറ്റപ്പാലത്താണ് സംഭവിച്ചത്. ഇടതുപക്ഷത്തിന്റെ ശക്തനായ നേതാവായ പി കെ ശശി UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നു. ശശിയുടെ ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്ക് മാറുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഒരു മാറ്റങ്ങളാണ് അങ്ങേക്ക് തോന്നുന്നത്? പ്രചരണ പ്രവർത്തനങ്ങളിലും സംഘടനാപരമായ പ്രവർത്തനങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ് UDFനുള്ളത്. അപ്പോൾ അതിൻ്റെ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളാകപ്പോൾ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം UDFന്റെ പ്രവർത്തകർക്ക് പൊതുവെ പരിചിതമായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. അവരാ സ്റ്റൈലിലാണ് നിൽക്കുക സ്വാഭാവികമായിട്ടും. അപ്പോൾ എനിക്ക് പരിചയമുള്ളത് മറ്റേ സ്റ്റൈലാണുള്ളത്. അപ്പോൾ അതിനെ രണ്ടിനെയും ഞങ്ങൾ സംയോജിപ്പിക്കുകയാണ്, ഞങ്ങൾ സമന്വയിപ്പിക്കുകയാണ്. അങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പൊതുവായിട്ടുള്ളൊരു ലൈൻ ഉണ്ടാക്കി ഒരു പ്രവർത്തന രീതി ആവിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട സംശയം, ഇത്രയും കാലം അങ്ങ് നിശ്ചിതമായി വിമർശിച്ചവരാണ് ഇപ്പോൾ അങ്ങയുടെ കൂടെ ഉള്ളത്. UDFലെ പ്രവർത്തകർ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായിട്ട് പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അവരും അതുപോലെ അങ്ങനെയും വിമർശിച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെ ഒത്തുപോകുന്നു ഇതിൽ? അത് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഈ ഐക്യജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർട്ടിയിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ പാർട്ടിക്കകത്ത് നയപരമായ പോളിസിയെ സംബന്ധിച്ച് നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ ഞങ്ങളുടെ കൂടെ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റണം എന്ന ശക്തമായി വാദിച്ച ഒരാളാണ് ഞാൻ. ഏത് പാർട്ടിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ആ വാദം ഉന്നയിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ എനിക്ക് യാതൊരു പരിഭ്രമം ഉണ്ടായിട്ടില്ല, അന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ഒരു ശരിയുടെ നിലപാടാണ്. ആ പ്രസ്ഥാനം കൂടി ഉൾപ്പെടുന്ന ഒരു മുന്നണിയിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഭിമാനമുണ്ട്. അതിനെന്താ സംശയമുള്ളത്? ഇടതുപക്ഷ വോട്ടുകൾ അങ്ങേക്ക് അനുകൂലമായിട്ട് വരുന്ന പ്രതീക്ഷിക്കുന്നു. ഇടതുപക്ഷത്തു നിന്ന് ഉറപ്പായിട്ടും വോട്ട് കിട്ടും. നാളിതുവരെ UDFന് ലഭിക്കാത്ത കുറേ പുതിയ വോട്ടുകൾ കൂടി ഇത്തവണ ഞങ്ങൾക്ക് കിട്ടും. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. കാരണം കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ള ധാരണയിലേക്ക് സമൂഹം പൊതുവെ എത്തിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണങ്ങളാകെ വിശദീകരിക്കുന്നില്ല. കാരണമാകെ വിശദീകരിക്കുമ്പോൾ അത് ഞാൻ പച്ചയായി രാഷ്ട്രീയം പറയുന്നതായിരിക്കും. സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറയേണ്ടതാണ് ഇവരെല്ലാം തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ രാഷ്ട്രീയം പറയുന്നേയില്ല. അല്ല, അങ്ങേക്ക് വ്യക്തിപരമായിട്ട് സ്വാധീനമുള്ള മണ്ഡലമാണല്ലോ ഈ ഷൊർണൂരാകട്ടെ, ഒറ്റപ്പാലമാകട്ടെ, മണ്ണാർക്കാടാകട്ടെ, ഇതൊക്കെ അങ്ങേക്ക് വ്യക്തിപരമായിട്ട് ഒട്ടേറെ സ്വാധീനമുള്ള മണ്ഡലം. പല മണ്ഡലങ്ങളും പേര് ഞാൻ പറഞ്ഞുതരാം. കോങ്ങാട് എനിക്ക് നല്ല സ്വാധീനമുണ്ട്, ചിറ്റൂര് സ്വാധീനമുണ്ട്, നെന്മാറ സ്വാധീനമുണ്ട്, തൃത്താല സ്വാധീനമുണ്ട്, ഷൊർണൂരിൽ സ്വാധീനമുണ്ട്, മണ്ണാർക്കാട് നല്ല സ്വാധീനമുണ്ട്. സംശയം വേണ്ട. ഇവിടെയെല്ലാം ശശി ഫാക്ടർ ഉണ്ട്. ഇവിടെയെല്ലാം ശശി ഫാക്ടർ ഉണ്ട്. അവിടെയെല്ലാം ഈ ഫാക്ടറിന്റെ പ്രവർത്തനം നടക്കും. ഈ ഫാക്ടറിന്റെ സ്വാധീനം ഉണ്ടാവും. ജയിക്കുന്ന എത്ര ഉറപ്പായി പറയുന്നത് എന്തുകൊണ്ടാണ്? ഏത് ഒറ്റപ്പാലത്ത് വിജയിച്ചു വരുമെന്ന് പറയുന്നതിന്റെ എന്റെ കോൺഫിഡൻസിന്റെ അടിസ്ഥാനം, ഞാൻ എന്നും ജനങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ്. രാഷ്ട്രീയം നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ പ്രശ്നങ്ങളിലും സാധാരണ മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങളിൽ അവന്റെ കൂടെ നിന്ന് പതറാതെ നിന്നവനാണ്. അവന് വേണ്ടി നിലകൊണ്ടവനാണ്. അവന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നവനല്ല ഞാൻ. അവന്റെ പ്രശ്നത്തിൽ അവന്റെ മുമ്പിൽ നിന്ന് അവനെ നയിച്ചവനാണ് ഞാൻ. ആ വിഷയത്തിൽ ഇടപെടാനുള്ള ശേഷി എനിക്കുണ്ട് എന്നുള്ളത് സമൂഹം അംഗീകരിക്കുന്നുണ്ട്. ആ ഉറപ്പാണ് എന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇത്രയും കാലം പാർട്ടി ചിഹ്നത്തെ അരിവാൾ ചുരിയ നക്ഷത്രത്തിലാണ് മത്സരിച്ചത്. ഇപ്പൊ തെങ്ങിൻതോപ്പിലാണ് മത്സരിക്കുന്നത്. ഈ ഒരു ചിഹ്നത്തിലെ മാറ്റം എങ്ങനെയാണ്? ചിഹ്നത്തിലെ മാറ്റം എന്തെങ്കിലും പ്രത്യേകതയൊന്നുമില്ല. അതിലൊന്നും പ്രത്യേകതയൊന്നുമില്ല. അതിലിപ്പോൾ എന്താ പ്രത്യേകത? ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. അരിവാൾ ചുറ്റികൾ മത്സരിക്കാൻ പറ്റുമല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ചിഹ്നം. സംബന്ധിച്ച് ഇങ്ങനെ ഒരു മാറ്റം ഒരിക്കലും ഒരു കാലത്തും പ്രതീക്ഷിച്ചു കാണില്ലല്ലോ. ചിഹ്നത്തിൽ ഇങ്ങനെ ഒരു ചിഹ്നം സ്വതന്ത്ര മത്സരിക്കുന്നത് ഇപ്പൊ നമ്മൾ മത്സരിക്കുന്നതന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തന്നെ തീരുമാനിച്ചിരുന്നില്ല. പിന്നെ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരണം എന്ന തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ UDF എന്നോട് പറഞ്ഞു, UDFന്റെ സപ്പോർട്ട് ശശിക്ക് നൽകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഓക്കെ. മുഖ്യമന്ത്രിയൊക്കെ വലിയ പ്രചരണം നടത്തി ഇവിടെ വന്നിട്ട് അങ്ങേക്കെതിരെ. ഏത്? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വലിയ പ്രചരണം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ജനറലായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഇന്റർവ്യൂവിൽ പോലും എന്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഇവിടെയും എന്റെ പേര് പരാമർശിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വർഗവഞ്ചകർക്ക് ചരിത്രം മാപ്പ് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ തിരിച്ച് ഇന്നലെ ഞാൻ ഒറ്റപ്പാലത്ത് നടന്ന പൊതുയോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു, അഴിമതിക്കെതിരായി ശബ്ദിക്കുന്നവരാണ് വർഗവഞ്ചകരെങ്കിൽ എന്നെ അതിൽ കൂട്ടിക്കോ. നമ്പർ 2,
പാർട്ടിക്കകത്തും പുറത്തും ജനാധിപത്യത്തിനും ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ശബ്ദമുയർത്തുന്നതാണ് വർഗവഞ്ചകർ. അതാണ് വർഗവഞ്ചനയെങ്കിൽ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടിക്കോ എന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ മറുപടി. എന്താണെങ്കിലും ഉറച്ച ആത്മവിശ്വാസത്തോടെ പറയുന്നതിൽ ഞാൻ ആത്മവിശ്വാസം കൈവിടില്ലല്ലോ. ഞാൻ എല്ലാ കാലത്തും ഐ ആം ഫുള്ളി കോൺഫിഡൻറ്റ്. എല്ലാ കാര്യങ്ങളിലും, പ്രക്ഷോഭങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും ഈ തെരഞ്ഞെടുപ്പും പൊതുപ്രവർത്തനങ്ങളും ജനകീയ പ്രവർത്തനങ്ങളും എൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസും എൻ്റെ സാംസ്കാരിക രംഗത്തുള്ള എൻ്റെ ഇടപെടലുകളും എല്ലാം ഒരുതരം ഒരു ഫൈറ്റാണ്. എല്ലാ കാലത്തും ഞാനൊരു ഫൈറ്റിൻ്റെ ആളാണ്. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടൊരു ലൈഫ് എനിക്കില്ല. എല്ലാ കാലത്തും ജനങ്ങൾക്കൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. അതേ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസമാണ് PK ശശി പങ്കുവയ്ക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.